നമ്മുടെ നാട്ടിലെ വാഹന ഉടമകൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ ചെയ്യുന്നത്. എൻ്റെ പേര് ആൻ്റണി തോമസ്, ഇൻഷുറൻസ് അഡ്വൈസറാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതേപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പലരും ചെയ്യാൻ അവസാനം ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് ഈ വിഷയം അവതരിപ്പിക്കുന്നത്, അപ്പോൾ നമ്മളൊക്കെ വാഹനം കൊണ്ട് റോഡിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ അറിയാതെയോ പല വാഹന നിയമലംഘനം നടത്താറുണ്ട്. ചിലപ്പോൾ ഓവർ സ്പീഡായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതല്ല ചിങ്ങ് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ഓവർടേക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ടൂ വീലറിൽ 2 പേർക്ക് വരെ 3 പേരെ വെച്ച് യാത്ര ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ നിയമലംഘനങ്ങളാണ്. ഇതിനൊക്കെ ഫൈനുണ്ട്. അപ്പോൾ ഈ ഫൈൻ നമ്മൾ തന്നെ അതാത് സമയങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നമ്മുടെ മൊബൈലിലേക്ക് അയച്ചു തരാറുണ്ട്. അയച്ചു തരുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ ഫൈൻ അടയ്ക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ, അഥവാ വാഹന ഇൻഷുറൻസ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ RCയിൽ കൊടുത്ത മൊബൈൽ നമ്പർ തെറ്റാണെങ്കിൽ, അല്ലെങ്കിൽ ആ നമ്പറൊക്കെ മാറിപ്പോയെങ്കിൽ ഈ ഇൻഫോർമേഷൻ നിങ്ങൾ അറിയില്ല. ഇനി അറിഞ്ഞിട്ടും ചുരുക്കം ചില ആളുകൾ അടയ്ക്കാതിരിക്കുന്നുണ്ടോ. അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി മുതൽ നിങ്ങൾ കൊല്ലത്തിൽ ഇൻഷുറൻസ് അടയ്ക്കണമല്ലോ. ആ ഇൻഷുറൻസ് അടയ്ക്കുന്ന സമയത്ത് ആ ഇൻഷുറൻസ് കമ്പനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് മോട്ടോർ വാഹന വകുപ്പ് അവർക്ക് കൊടുക്കണം. ഒരു ലിങ്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കും. അപ്പം നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ അടിക്കുന്ന സമയത്ത് തന്നെ ആ വാഹനത്തിന് വന്നിരിക്കുന്ന ഫൈനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ തന്നെ ആ ഇൻഷുറൻസ് പോളിസി പുതുക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങും. അപ്പോൾ അതിനാൽ തന്നെ നിങ്ങൾ നിയമലംഘനം നടത്താതിരിക്കുക. നടത്തിയാൽ അറിയാതെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫൈൻ നമ്മൾ അടച്ചു തീർക്കുക. അല്ലെങ്കിൽ ഇൻഷുറൻസ് അടയ്ക്കുന്ന സമയത്ത് വലിയൊരു സംഖ്യ നിങ്ങൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. മാത്രമല്ല, മുൻപൊക്കെ ഞങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാമായിരുന്നു ഇത്രയാണ് പ്രീമിയം വരികയെന്ന്. പക്ഷെ ഇപ്പം അത് ഞങ്ങൾക്കും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു അറിയിപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇത് ഏതാനും മാസത്തിനുണ്ട്. ഇതിപ്പോൾ നിയമമായിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ 6 മാസം കഴിഞ്ഞ് ചിലപ്പോൾ ഇത് അപ്ലൈ ചെയ്യും. അപ്പോൾ അപ്പോഴേക്കും കാര്യങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ പേര് പറയുന്നത് ആൻ്റണി തോമസ്. ഞാൻ LIC ഏജൻറ്റാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ്റാണ്, മോട്ടോർ ഇൻഷുറൻസ് ഏജൻറ്റാണ്. ഇൻഷുറൻസ് സംബന്ധമായിട്ട് എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ട് അതിലൊരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അറിയുന്ന തരത്തിലുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. പരമാവധി നിങ്ങൾ വിളിക്കാതിരിക്കുക. കാരണം വിളിക്കുന്ന സമയത്ത് ഒരു പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റില്ല. ആ സമയത്ത് വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം എൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്ത ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് അയച്ചാൽ നിങ്ങൾക്ക് മതിയായിരിക്കും. അതോടെ നിങ്ങൾക്ക് LIC പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയോ ചേരുവോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ചൊരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ വേണ്ടി വരുന്നത്.